വെൽക്കം ബാക്ക് ടു ലിനോറിതു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും വന്നിരിക്കുന്നത് ജേർണൽ സപ്ലൈസ് മേക്കിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് റിതൊന്നും ഇല്ലല്ലേ? റിതു അടിഷമോളെ അവൾ മൂത്തമ്മൻ്റെ അടുക്ക് പോയി, കൈസ്നീ ചുട്ടിൻ്റെ അടുക്ക് പോയി. അപ്പം ഇന്ന് നമുക്ക് ജേർണൽ മേക്കിംഗ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അടുത്ത് ആദ്യം എന്തൊക്കെയാണ് ജേർണൽ സപ്ലൈസ് എന്ന് കണ്ടാൽ ഇതിൻ്റെ വാഷി ടേപ്പിൻ്റെ പെറ്റിയാണ് ഇഷമോൾ ഇങ്ങനെ ആക്കി വെച്ചത്. ഇത് കളിച്ചട്ടോ. ആദ്യം നമ്മുടെ ആൽക്കഹോൾ മാർക്കർ ഉണ്ട് ഗൈസ്. ഇതിൽ കുറേ ഉണ്ട്. 48 പീസിൻ്റെയാണ് വാങ്ങിയത്. ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ 24 പീസുള്ള ബിക്കോസ് 24 റിതുവിൻ്റെ അടുത്താണ് പീസ്. പിന്നെ ഇതിലൊരു ചെറിയ നോട്ടൊക്കെ ഉണ്ട്. ഇതിൽ കുറേ 2, 3, 5 ജേർണലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ ജേർണൽസ് കാണണം താല്പര്യമില്ലവർ ഞങ്ങൾ ഷോർട്സിൽ പോയി നോക്കാം, അതിലുണ്ടാവും കേട്ടോ. ഇന്ന് ഞാനൊരു ജേർണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റിതു ഉണ്ടാക്കിയൊരു ഓർഗനൈസറാണ്. ഇത് എപ്പം മോഷ്ടിച്ചെടുത്തതാണ്. ഇതിലിതാ കുറേ ഗ്ലിറ്റർ പെന്ന്, പശ അങ്ങനത്തൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതിൽ ചെറിയൊരു ഇതുണ്ട്. ഇവിടെ തുറന്ന ഇതിൻ്റെ ഫുൾ വാഷി ടേപ്സ് ഇതിൽ കാണാൻ കാണിച്ചാൽ ഓരോന്നാണ്. 2 അത് ഫുള്ളാണ്. അപ്പോൾ ഇത് ഗൈസ് 20 ഉറുപ്പിക എടുത്ത് വാങ്ങിയ ജേർണൽ വാഷി ടേപ്പാണ്. കുറച്ച് അത്രയൊന്നും ഇല്ല, നല്ല രസം ക്യൂണ്ട ഗൈസ് കാണിച്ചു തരാം. ഒരു ഗേളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെതാ സെലോ ടേപ്പൊക്കെ ഞാൻ അതിലോ ഇത്രയുണ്ട്. അപ്പം നമുക്ക് ഇതിക്ക് നെട്ടൊക്കെ അറിയാം. ഇത് വരുന്നതിന് മുമ്പ് തീർക്കണം, അല്ലേ ഓളിൻ്റെ കൊല്ലും ഗൈസ്. ഓളെ സാധനത്തിന്മേലെ നെട്ടച്ച അത് സാല ഗൈസ്. പിന്നെ അടുത്തെൻ്റെ അടുത്തുള്ളത് ഇതിൽ കുറേ സാധനങ്ങളിലൊരു ഇതാണ്. ഇങ്ങനെ തന്നെ ഇതിൽ കുറേ ആദ്യം ഈ നെയിം സ്ലിപ്പ് മാറ്റിക്കണം. ഇന്നൊരു കുട്ടിക്ക് എടുത്തൊക്കെ മാറ്റിച്ചതാണ്. അതാ എന്താണെന്ന് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഉണ്ടാക്കിയത് ഇത് ചെങ്ങാച്ചികൾ ഉണ്ടാക്കിയത്. നമുക്ക് എപ്പോഴും എടുക്കുമല്ലോ ഉണ്ടാക്കിയത്. ഇതൊക്കെ സാധനങ്ങൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ ഈ ഒരു സൻ്റെ ചെങ്ങാച്ചി എന്നതാ കേട്ടോ, സജാറിൻ്റെ ചെങ്ങാച്ചി എന്നതാ. പിന്നെ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട് ഗൈസ്. പാറ്റേൺ പേപ്പേഴ്സാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതലതാ. ഇത് ഓരോന്ന് കാണിച്ചാൽ ആ സമയത്ത് നമുക്കിതൊക്കെ ഉണ്ടാക്കണം. അത്രയും ഉണ്ടാവും. പിന്നെ കുറേ പ്രിൻ്റ് എടുത്ത ഗേൾസ് ഉണ്ട്. ഇതിൻ്റെ ചെങ്ങാച്ചി എന്നതാ കേട്ടോ ലെനാറിന്. പിന്നെ കുറേ ഇതാ അങ്ങനെ ഗേൾസും ഉണ്ട്. പിന്നെ കുറച്ച് പോളറൈറ്റ്സ് ഉണ്ട്, വലിയ പോളറൈറ്റ്സ്. ഇത് ഇത്തിരി ഉള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ ചെറിയ പോളറൈറ്റ്സ് ആകിനൊന്നും ശോകം, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വന്നത്. പിന്നെ ഒരു ചെറിയ സിന്നാമോണോ ഞാൻ എന്താ സാൻഡ് എടുത്തൊരു ക്യാരക്ടർ. പിന്നെ അത് അത്രയും പ്രിൻ്റ് എടുത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഇഷ്ടമോളോടെ കേച്ചൊക്കെ കളിയുണ്ട്. കാഴ്ച വേണ്ട ഇഷ്ടമോള് കളിച്ചോ. ഇപ്പം തന്നെ 2 മിനിറ്റ് കായി. പിന്നെ അടുത്തൻ്റെ അടുത്തുള്ള സ്റ്റിക്കർ സ്റ്റാമ്പ്സ് ആണ്. ഇത് അപ്പോൾ കാണിച്ചു തരുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സ് ചെയ്യുന്നത്, പക്ഷെ ഇത് കൊളായതാണ്. ഫ്ലാറ്റിൽ നോക്കി പിൻട്രസ്റ്റ് നോക്കി ഇത് കഴിഞ്ഞതാണ് എടുത്തെടുത്ത്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് A4സാണ്. പിന്നെ ഗ്രിഡ് ലൈൻസിൽ പേപ്പർ, പിന്നെ കുറേ A4, പിന്നെ കുറച്ച് തോട്ട്സൊക്കെ എഴുതിയാണ്ടില്ല സംഭവം അകത്ത്. പിന്നെ ഒരു അടിപൊളി ഒരു പേപ്പർ ഉണ്ട്. ഇതുകൊണ്ട് അത് വെള്ളം മോഷ്ടിച്ചെടുത്തതാണ്. മോഷ്ടിച്ചല്ല, അവളെ ഭീഷണി എടുത്ത് വാങ്ങിയതാണ് ഗൈസ്. അത് അടിപൊളി പേപ്പർ. പിന്നെ ഇത് കുറേ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. മെമോ പാഡൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ വിട്ടിക്കണം. അതൊക്കെ നിങ്ങൾ പോയി കാണണം ഗൈസ്. ഞാൻ കാണിച്ചു തരൂല, നിങ്ങൾ കാണണം പോയാണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് കവായി സ്റ്റിക്കറിൻ്റെ ഇതാണ്. അതിന് മുമ്പ് കുറച്ച് മെമോ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട് ഗൈസ്. കുറേ ഉണ്ടോ അത്യാവശ്യത്തിന്. ഇതുണ്ട് ഗൈസ്, ഇത്രയുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് കുറേ കവായി സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ കാണിച്ചതാണ് ഈ വീഡിയോ. ഇതിനായിട്ട് തന്നെ പോക്കേണ്ടി വരും ഗൈസ്. സപ്ലൈസിൻ്റെ 3 ഉണ്ട് ഗൈസ്. കുറേ ഉണ്ട്. ഇപ്പോൾ മതി, എനിക്ക് വാങ്ങണ ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ മറ്റു കൊല്ലുന്നേരൂ. പിന്നെ കുറേ കളേഴ്സൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബാഗിലാണ് ഇത് ജേർണൽ ഗൈസ്. ഇതിൽ ജേർണൽ ചെയ്തത് വീഡിയോസിലുണ്ടാവും. ഒരു ലോങ് വീഡിയോയിൽ ഒന്നാ വിട്ടിട്ടാണ്. പിന്നെ മൈ ഫേവറേറ്റ് യൂണിക്കോൺ. അപ്പം നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണ പാറ്റേൺ പേപ്പേഴ്സാണ്. അതിനായിട്ട് നമ്മളൊരു A4 എടുക്കുക ഗൈസ്. പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ പോവാം. നമ്മൾ ആദ്യം നടു മടക്കുക. നിങ്ങൾക്ക് എത്ര വലുപ്പമാണോ അത്രയും ഇതാക്കുക കേട്ടോ. ഞാൻ ആദ്യം നടു മടക്കുകയാണ്. ഓക്കെ, നടു മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ മടക്കിയ വെച്ചാൽ ഇതിങ്ങനെ ഒന്നുകൂടി നടു മടക്കുക. നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിനാണ്. ഞാൻ ഇതിൻ്റെ വലുപ്പം കാണിച്ചിട്ട് പിന്നെ അതൊന്നുകൂടി നടു മടക്കുക. പറയണ മനസ്സിലായി എന്ന് കരുതുന്നു, അല്ലേ നോക്കി ചെയ്യാം. അത്രയും എനിക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിതാ
ഇത്ര വലിപ്പം കിട്ടും, ഇത്രയും കിട്ടും. പിന്നെ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് കട്ട് ചെയ്ത് എങ്ങനെ കിട്ടും? ഞാൻ ഫുള്ളൊന്നും എടുത്തില്ല കേട്ടോ, ഞാൻ വേറെ കട്ട് ചെയ്തതാണ് എടുത്തത്. അത് കട്ട് ചെയ്യാൻ നമുക്ക് കുറേ സാധനം ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാം. അതിനാദ്യം നമുക്ക് ഗൈസ് എല്ലാവരും പെയിൻ്റൊക്കെ എടുക്കല്, പക്ഷെ ഞാൻ ആൽക്കഹോൾ മാർക്കറാട്ടോ ഗൈസ് എടുക്കുന്നത് ഇതൊക്കെ ചെയ്യാനും. അപ്പം ഞാൻ എടുക്കട്ടെ ഗൈസ്. ഞാൻ യെല്ലോ ആണ് എടുത്തിട്ടുണ്ടാക്കുന്നത്. സ്കെയില് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എടുക്കണം. ഒരു ബുക്ക് വെച്ച് ഇവിടെ വെച്ചിട്ട് ഗ്രിഡ് ലൈൻസാണ് ആദ്യം ഞാൻ ചെയ്യണേ. ഞാൻ ഇങ്ങനത്തേതാണ് കേട്ടോ ഞാൻ ചെയ്യണേ. ഞാൻ അതിലായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. സാധാ പോലെ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഓരോ വരായിട്ട് വരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനിക്കറിയാം ലാസ്റ്റ് എനിക്കിപ്പോഴും ഞാൻ അങ്ങനെ ജേണൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങനെ ചെയ്താലോ. ഇത് ചെയ്തതാ ഗൈസ്. വർക്കാവോ എന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. ഇഷ്മോളെ നിങ്ങൾ ആരെങ്കിലും ഇഷ്മോളെ ആൽക്കഹോൾ മാർക്ക് എടുക്കാൻ പോയി കണ്ടോ? നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്കും ഓരോ വര, ഞാൻ അപ്പുറത്തേക്കും ഓരോ വര വരക്കട്ടെ. ആദ്യത്തെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഈ ആൽക്കഹോൾ മാർക്കറിൻ്റെ പ്രത്യേകത എന്താണ് ഗൈസ്? അപ്പുറത്തേക്ക് പിടിച്ചത് വലിയൊരു ഇതാണ്, പ്രത്യേകതയാണ്. പിന്നെ നല്ല തണുപ്പിക്കാറ് ഗൈസ്. നമ്മൾ ആൽക്കഹോൾ മാർക്കർ ഭയങ്കര തണുപ്പിക്കാറ്. ഇത് ക്യൂട്ടായിട്ടുള്ള എസ്തറ്റിക് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കുറച്ച് ചെയ്തെടുക്കാം. ചെയ്തത് നമ്മുടെ പാറ്റേൺ 4 പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് അടുത്ത് എന്തുണ്ടാക്കാം? നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്നത് പോളറൈറ്റ്സ് ആണ്. പോളറൈറ്റ്സ് തന്നെയാണ്. അപ്പം നമ്മൾ അതിനായിട്ട് നമ്മൾ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ അതേ അളവിലുള്ള സാധനം എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. എനിക്ക് പിന്നെ കുറച്ച് വരച്ച് അതുകൊണ്ട് പെന്നെടുക്കാം കേട്ടോ, ബ്ലാക്ക് പെൻ എടുക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ റെക്റ്റാങ്കിൾ വരക്കണം. ഇക്കോളീസ് നമ്മൾ റെക്റ്റാങ്കിൾ വരക്കുക കാണില്ലേ? സദാ പോലെ റെക്റ്റാങ്കിൾ. നിങ്ങൾ പെൻസിൽ വെച്ച് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വൃത്തിയിൽ ചെയ്യാം. കുറേ വേണ്ട വേണ്ട ഓ ഉമ്മച്ചിണ്ടോ? ഗൈസ് നിജുട്ടി വന്നിട്ടുണ്ട് ഇതാ അവിടെ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇങ്ങനെ വെക്കാം. അപ്പം അങ്ങനത്തെ നമുക്ക് 2 കൂടി വരക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനത്തെ 4 ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി പിക്ചേഴ്സ് വരക്കാം. ഞാൻ 4 ചിത്രത്തെ വരക്കണ്ടേ. അപ്പോൾ ഗൈസ് ഞാനൊരു പൂ വരച്ചിട്ടുണ്ട്. പൂവല്ല, ഒരു സാധനം എന്തോ വരച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കുറച്ചുകൂടി സിമ്പിൾ ഡിസൈനായിട്ടിട്ട് ഗൈസ് വരക്കണേ. സിമ്പിളുമാണ്, എസ്തെറ്റിക്കുമാണ്. അതുള്ളൊക്കെ പോയി കൊന്നി ഇത് വരേണ്ടതാണ് മുന്നറിയിപ്പ് കിട്ടിയത്. ഇവിടെ എന്താവോ നടക്കുക. ഇങ്ങനെ ഇവിടെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കൊല്ലും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തോട്ട്സ് ചെയ്താം വിത്ത് ബ്ലാക്ക് പാൻ. ഞാൻ അപ്പം കാണൂല, അതൊക്കെ കാണുന്നില്ല അവിടെ. ഇത് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഇത് അപ്പം എല്ലാവർക്കും വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ. ഇവിടെ ഓഗസ്റ്റ് 3 കൂടി.
നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം കമൻറ്റ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം. ഇവിടെ ഗ്രിഡ് ലൈൻസ് പോലെ ഇങ്ങനെ ഈസി മെത്തേഡ് നമുക്ക് അവിടെ വളക്കിയെടുത്തിട്ട് നമ്മൾ ഒരു പോളറായിട്ട് സെറ്റ് ഞാൻ 4 ചെയ്യട്ടെ. അടുത്ത നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പോണത് എന്തേനി സ്റ്റിക്കർ സ്റ്റാമ്പ് മറന്നു പോകണം. അപ്പം നമുക്ക് അതിന് ആവശ്യം A4 തന്നെയാണ്. A4 ഇല്ലാതെ ഈ പരിപാടിക്ക് നിൽക്കുന്നവർക്ക് വെറുതെ വേണ്ട. ഇതിനായിട്ട് നമുക്ക് വട്ടം വേണം. വട്ടം വരയ്ക്കട്ടെ. 4 ഇട്ടാണ് നമ്മളെല്ലതും ഉണ്ടാക്കുന്നത്. വട്ടം വരയ്ക്കാൻ സഹായിക്കുന്നത് അതിൻ്റെ ഈ ബാക്ക് വശമാണ്. പെൻസിൽ വെച്ചിനല്ലോ. നമുക്ക് പെൻസിലില്ല, പെൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 വട്ടം വരയ്ക്കുമ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് 4 വട്ടം വരയ്ക്കുമ്പോൾ നമുക്ക് കുറേ വരയ്ക്കേണ്ടി വരും. അതിനായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇത് മടക്കുക. ആദ്യം ഒരു മടക്കെടുക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കുക. നമുക്ക് അങ്ങനെ 4 പീസ് ഇട്ട് ഞാൻ കട്ട് ചെയ്യാം. Next, kawaii stickers. Let's draw a pictures. അപ്പോൾ ഗൈസ് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ വേണ്ടി ഞാൻ പിൻട്രസ്റ്റിൽ നോക്കുകയാണ് ഗൈസ്. വൈഫൈ ഇസ് നോട്ട് നെറ്റ് തീർന്നിരിക്കുകയാണ്. നാളെ നെറ്റ് കയറ്റുള്ളൂ ഗൈസ്. അതുകൊണ്ട് നമുക്കതിൽ നോക്കണം. ക്യൂട്ട് പിക്ചേഴ്സ് നടിച്ചേക്കാം. പിക്ചർ ചിലപ്പോൾ നമ്മളെ റിയൽ പിക്ചേഴ്സ് കാരവരെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഡ്രോയിങ് നടിച്ചു നോക്കാം. ഈ ബെല്ലത് എങ്ങനെ ഒച്ചണ്ടാക്കല ഗൈസ്, ഒച്ചണ്ടാക്കല്ലേ. പഠിച്ചോണേ ഇത് കണ്ടിട്ടെങ്കിൽ പോകാനും തോന്നണില്ല, വരയ്ക്കാനും തോന്നുന്നു. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുറച്ച് ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ മാജിക്കിലൂടെയാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഗൈസ് നമ്മളിതാ 4 പിക്ചേഴ്സും കട്ട് ചെയ്യാം. നമ്മൾ 4 പിക്ചർ വരച്ചിട്ടുണ്ട്. നമുക്കിത് സെലോ ടേപ്പിനോട് ഇത് കവർ ചെയ്യാം. ഗൈസ് ഞാനിതാ ഇത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതറിയാം, അതിൻ്റെ ഗ്രീൻ കൊടുത്ത് ഗൈസ്. അപ്പം ഇത്രയും ഇതാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിയാണ് ഈ പാർട്ട് 2 ആയിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അപ്പം എല്ലാവർക്കും ബൈ.